कि पढ़ाई हमेशा एकांत में एकाग्र होकर के की जाती है. പഠിപ്പെന്ന് പറഞ്ഞാൽ ഏകാന്തമായി ഏകാഗ്രമായിരുന്നു വേണം പഠിക്കാൻ. आज बच्चों को स्कूलों में पढ़ाया जाता है. ऐसा नहीं कि घर में बैठे रहें और वहीं से पढ़ते रहें, परीक्षा देने के लिए आ जाएं. ऐसा नहीं होता. അല്ലേ, എങ്ങനെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. സ്കൂളിൽ ചെന്ന് അവിടെ ക്ലാസ്സുകളിൽ ഇരുന്ന് കുട്ടികൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. अब कई क्या करेंगे, घर में टीवी चालू करेंगे, छोक भी लगाएंगे, बेटा तुमने क्या गिराया ये भी देखते रहेंगे. कहाँ एकाग्रता है? ऑनलाइन वो महावाक्य जिसे बल मिलना चाहिए वो नहीं मिलेगा, आत्मिक स्थिति नहीं बनेगी. ഓൺലൈനിലെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അടുപ്പത്ത് കടുക് വറക്ക ഓരോ പണിയും ചെയ്തുകൊണ്ടിരിക്കും, അവിടെ ടി വിയും വെച്ചിട്ടുണ്ടാകും അല്ലേ. ഇങ്ങനെ പല കാര്യങ്ങളുടെ ഇടയിൽ നടന്നിട്ടാണ് ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സിൽ ഒരു ശ്രദ്ധയും കിട്ടാറില്ല. क्योंकि ऑनलाइन में सुनते समय बुद्धि और मन एकाग्र नहीं होगा. घर में कोई आ रहे जा रहे, घर का काम भी देख रहे, वो एकाग्रता नहीं. और क्लास के पहले यहाँ योग लगाने से, एकाग्रता से, महावाक्य सुनने से सवेरे सवेरे हमारी आत्मिक स्थिति बनती है. അതുകൊണ്ട് രാവിലെ സെൻറ്ററിൽ വന്ന് നമ്മൾ ഏകാഗ്രമായി ഇരുന്ന് അരമണിക്കൂർ യോഗ ചെയ്ത് പിന്നെ നമ്മൾ മുരളി കേൾക്കുമ്പോൾ അവിടെ നമുക്ക് അത്രയും അല്ലേ ആ രാവിലെ നമ്മളെ ശക്തിശാലിയാക്കാണ്. कभी कभी बाबा कहते थे आगे चल करके ब्राह्मणों का झाड़ हिलेगा. कभी मैं सोचता था ब्राह्मणों का झाड़ कैसा हिलेगा. तो अचानक कोरोना काल आ गया, ब्राह्मणों का जो भोजन है मुरली वही बंद हो गया. और धीरे धीरे അല്ലേ പറയാറുണ്ട് ബ്രാഹ്മണരുടെ ആ വൃക്ഷം കുലുങ്ങുന്നു. അതെങ്ങനെ ഈ ബ്രാഹ്മണരുടെ വൃക്ഷം കുലുങ്ങുന്നു? വൃക്ഷം കുലിക്കാൻ എന്താവും, പലതും താഴെ വീഴില്ലേ അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ കൊറോണ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ വൃക്ഷം വീണ്ടും കുലുക്കിയിരിക്കുകയാണ്. കുറേ കുട്ടികളുടെ ആ മുരളി കേൾക്കാനുള്ള വരവ് നിലച്ചുപോയി. अब धीरे धीरे फिर भी बहनों ने क्या क्या मेहनत करके ऑनलाइन में शुरू किया. अब उसके बाद धीरे धीरे कईयों को तो ये इतनी अच्छी आदत लगी, अरे स्कूटी में जाओ, पेट्रोल खर्चा करो, उसके अच्छा अपना बिना पेट्रोल खर्चे ही घर में मुरली मिल रहे. और आजकल तो ऑनलाइन में तो आज कभी मधुवन की सुनी, कल कोई दूसरी की बहन की सुनी, कल किसकी सुनी, अलग अलग आवाज़ की सुनते. सेंटर में जाने की ज़रूरत नहीं. अब धीरे धीरे उन्होंने आदत लगाई, पुरुषार्थ ढीला हो गया. അപ്പോൾ എന്ത് സംഭവിച്ചത്, ഡെയിലി സെൻറ്ററിൽ വന്ന് മുരളി ഏകാന്തമായി ഏകാഗ്രമായിരുന്ന് ഒരുമിച്ചിരുന്ന് കേൾക്കുന്നത് നമ്മുടെ മുടങ്ങിയിട്ട് നമ്മൾ അല്ലേ ആ കൊറോണയൊക്കെ വന്നപ്പോഴേക്കും സിസ്റ്റേഴ്സ് പിന്നെ ഓൺലൈനിൽ ക്ലാസ്സുകൾ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഓൺലൈനിൽ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയപ്പോഴേക്കും കുട്ടികൾക്ക് അതിൻ്റെ സുഖം പിടിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ 2 വീലറിൽ പെട്രോളും ചിലവാക്കി സെൻറ്റർ വരെ പോകേണ്ട ആവശ്യമില്ല അല്ലേ. ആരുടെ വേണ്ട മുരളി കേൾക്കാം അല്ലേ, പല ശബ്ദങ്ങളിൽ പലരുടെയും മുരളി കേൾക്കാം അല്ലേ. അങ്ങനെ വിചാരിച്ചിട്ട് സെന്ററിൽ വന്ന് മുരളി കേൾക്കാണ്ടായി. क्योंकि उसको पता नहीं कि उस मोबाइल के अंदर हमारा जो मुख्य दुश्मन है काम विकार, उसकी भी कुछ बहुत सारी बातें हैं. थोड़ा भी अगर वो बातों का हवा पानी मिल गया, आजकल ऐसी फिल्में ऐसी एडवर्टाइज आते हैं बीच में, ये थोड़ी सी बातें मिल गई, संस्कार जागृत हो जाते, विकार जागृत हो जाते. इसीलिए इस मोबाइल एक प्रकार का चक्रव्यूह है और ये चक्रव्यूह में माया फंसाने की कोशिश कर रहे हैं. നമ്മുടെ മൊബൈൽ എന്ന് പറയുന്നത് ഒരു ചക്രവ്യൂഹമാണ്. അതിൽ കൊണ്ടുപോയി നമ്മളെ കൊടുക്കുകയാണ് അല്ലേ. നമ്മുടെ ഉള്ളിലെ കാമവികാരവും എല്ലാം അതിങ്ങനെ എന്താ പറയുക ഉണർന്ന് വരുന്നതിന് കാരണമായി തീരുന്നത് മൊബൈലാണ് അല്ലേ. അതിൽ പല അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ അതുപോലെയുള്ള ഫിലിമുകൾ ഇതൊക്കെ കാണുന്നതിലും അല്ലേ അതിൻ്റെ ഇൻട്രസ്റ്റിലും കുട്ടികൾ മൊബൈലിൻ്റെ പുറകെ പോയി. कई मुरली सुनते सुनते धीरे धीरे कोई और साइड में चले जाएंगे, उसमें देखते रहेंगे, संस्कार जागृत. जब से ऑनलाइन चालू हो गया काफ़ी माताएं चली गई, काफ़ी कुमार भी स्थिति बिगड़ गई. कहाँ देवी देवता बनने के लिए जा रहे थे, कहाँ आज फेल हो गए, कारण ये मुरली के. इसलिए हमें बाबा ने मामा ने जो पढ़ाई का साधन बनाया वही करो, തീവ്ര പുരുഷാർത്ഥി ബൻ ജായെങ്കി. ഓൺലൈൻ മുരളി എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ സ്മാർട്ട് ഫോണാണ്. ഈ സ്മാർട്ട് ഫോണിൽ മുരളി കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അതിൽ കാണാനുള്ളതിൻ്റെ രസം പിടിച്ചു അല്ലേ. അപ്പോൾ മുരളി കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാണാൻ പോവും, എന്തെങ്കിലും അതുപോലുള്ള സിനിമകൾ അല്ലെങ്കിൽ അതിൽ മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പോയിട്ട് ധാരാളം അമ്മമാരും ധാരാളം കുമാരന്മാരും എല്ലാം വേറെ വഴിക്ക് പോയിട്ടുണ്ട്. ഈ आज दादियों ने कोई ऑनलाइन में सुन करके कर्मातीत नहीं बनी है.
मम्मा कोई ऑनलाइन में सुन करके कर्मातीत नहीं बनी, उन्होंने जो बाबा ने जो नियम बनाए थे रोज सेंटर पर आकर के रोज वहाँ हॉल में आकर के बैठना, तो इसीलिए हमें ये आदत डालनी है, हम तीव्र पुरुषार्थी बनेंगे. ബാബ സെൻറ്ററിൻ്റെ നിയമമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെൻറ്ററിൽ വന്ന് കുട്ടികൾ യോഗം ചെയ്യണം, മുരളി കേൾക്കണം അല്ലേ. ദാദിമാരാരും ഓൺലൈനിൽ മുരളി കേട്ടിട്ടല്ല സമ്പന്നവും സമ്പൂർണവുമായിട്ടുള്ളത് അല്ലേ. സെൻറ്ററിൽ വന്ന് മുരളി കേൾക്കണം എന്നുള്ളതാണ് അല്ലേ ബാബയുടെ നിയമം, ബാബയുടെ യജ്ഞത്തിൻ്റെ നിയമം. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മളും മുരളി കേൾക്കേണ്ടത്. कई कहते हैं नहीं भाई जी हमारे घर दूर हैं और स्कूटी के लिए पेट्रोल जला करके आना पड़ता है, इसीलिए घर में बैठेंगे तो फ्री में मिल जाते हैं. आजकल के बच्चे कितना दूर बढ़ने के लिए बसों में जाते हैं. हाँ, वो तो एक साल की एक जन्म की पाई पैसे की कमाई, 21 जन्मों की आपको कमाई हो रहे हैं. भले पेट्रोल जले कोई बात नहीं, लेकिन प्राप्ति कितना है. इसीलिए यहाँ योग्य जो स्थान है वहाँ आकर के सुनना. हमारी जो बहनें जो देवी देवता हैं उनके हमें वाइब्रेशन मिलेगा, ब्राह्मण परिवार का वाइब्रेशन मिलेगा, ताकत मिलेगी और उससे हम सारा दिन तीव्र पुरुषार्थी बनेंगे. അല്ലേ. അതുകൊണ്ട് അല്ലേ നമ്മളിപ്പോൾ കുട്ടികളെയൊക്കെ സ്കൂളിൽ അയക്കുകയാണെങ്കിൽ എത്ര ദൂരേക്കാണ് അവർ ബസ്സിലും വണ്ടിയിലൊക്കെ പോകുന്നത്. പലപ്പോഴും നമ്മൾ ബസ് കയറി സെൻറ്ററിലേക്ക് വരണം മുരളി കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിലെ പെട്രോൾ കത്തിച്ച് നമ്മൾ സെൻറ്ററിലേക്ക് വരണം എന്ന് മടി പിടിച്ച് ഫ്രീ ആയിട്ട് വീട്ടിലിരുന്നാൽ നടക്കുന്ന വഴിയിലും ജോലി ചെയ്യുന്ന വഴിയിലൊക്കെ മുരളി കേൾക്കാലോ എന്നും പറഞ്ഞിട്ട്, ഫ്രീ ആയിട്ട് ഒരു ചിലവും ഇല്ലാണ്ട് വീട്ടിലിരുന്ന് മുരളി കേൾക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് ഓൺലൈൻ മുരളി കേൾക്കുന്നത് ഒരിക്കലും നമുക്ക് യോഗ്യമായിട്ടുള്ള കാര്യമല്ല അല്ലേ. ബാബയുടെ യജ്ഞത്തിൻ്റെ നിയമം അതല്ല. ഇവിടെ ബാബയുടെ വീട്ടിൽ വന്ന് അല്ലേ യോഗം ചെയ്ത് മുരളി കേൾക്കണം എന്നുള്ളതാണ് ബാബയുടെ നിയമം. एक बार ब्रह्मा बाबा को दादियों ने पूछा था, बाबा त्रेतायुग वालों के लिए पढ़ाई का प्रबंध आप क्या करेंगे? उसके लिए मधुबन में इतना बड़ा हॉल बनाना पड़ेगा, आवास निवास की व्यवस्था करनी पड़ेगी 33 करोड़ के लिए, उसके लिए कोई किचन बनाना पड़ेगा. बाबा ने कहा कि नहीं बच्चे, त्रेतायुग वालों के लिए पढ़ाई का प्रबंध मैं आगे चल करके करूँगा. केवल आप सतयुग की 9 लाख लोगों की तैयारी करो, त्रेतायुग का पढ़ाई मैं आगे जरूर प्रबंध करूँगा. അതായത് കുട്ടികൾ ബാബയോട് ചോദിച്ചു, ബാബ ത്രേതായുഗത്തിൽ വരുന്നവർക്ക് അവർക്ക് വേണ്ടി പഠിപ്പിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ബാബ പറഞ്ഞു, ത്രേതായുഗത്തിൽ വരുന്നവരുടെ പഠിപ്പിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഞാൻ ഇനി മുന്നോട്ട് പോകുമ്പോൾ ചെയ്തോളാം. പക്ഷേ ഇപ്പോൾ 9 ലക്ഷം കുട്ടികൾ തയ്യാറാകണം അല്ലേ. ആ 9 ലക്ഷം കുട്ടികളുടെ പഠിപ്പിൻ്റെ അറേഞ്ച്മെൻറ്റ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രകാരം വേണം കുട്ടികൾ പോകാൻ. अभी बाबा ने 4, 5, 8, 9 सालों से पीस ऑफ माइंड टीवी चालू करवाई, फेसबुक, व्हाट्सएप, इन सभी में मुरली चालू किया. किसके लिए? त्रेतायुग वालों के लिए, 33 करोड़ वालों के लिए. तो 33 करोड़ में जाना है या 9 लाख? 9 लाख वाले स्टूडेंट, सतयुग वाले स्टूडेंट क्लास में संगठन में सुनेंगे और त्रेतायुग में आने वाले कई फेसबुक में, व्हाट्सएप में, यूट्यूब में, पीस ऑफ माइंड मुरली टीवी में वहीं सुनेंगे. അപ്പോൾ ഈ ത്രേതായുഗത്തിൽ വരാൻ പോകുന്നവരുണ്ടല്ലോ തോറ്റവർ, അവർക്ക് വേണ്ടിയാണ് പിന്നെ ഫേസ്ബുക്കിലും പിന്നെ വാട്സപ്പിലും പിന്നെ ഓൺലൈനിലും ബാക്കി എന്താണ് യൂട്യൂബിലും ഒക്കെ മുരളി കേൾക്കാൻ പീസ് ഓഫ് മൈൻഡ് ചാനലൊക്കെ ബാബ തുടങ്ങിയില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ മുരളി കേൾക്കാനുള്ള സംവിധാനം എന്ന് പറയുന്നത് ത്രേതായുഗത്തിൽ വരുന്നവർക്ക് വേണ്ടിയാണ്. സത്യയുഗത്തിലും സൂര്യവംശത്തിലും വരുന്ന കുട്ടികൾ സെൻറ്ററിൽ വന്ന് മുരളി കേൾക്കണം. तो चेक करो, आपको किसी की मजबूरी है बात अलग है. हाँ, किसी की मजबूरी है, बहुत दूर घर है, हाँ भले सुन, लेकिन अगर यहाँ नज़दीक है तो भी नहीं आते, ऑनलाइन में सुनने की माया लगी है. वो सतयुग वाले जो गोपिका है कृष्ण बीच में है, चारों तरफ से संगठन में रास चल रहे, आनंद ले रहे हैं. और त्रेतायुग वाली सीता राम को याद कर रहे, अकेली बैठी है, रो भी रहे. इसीलिए घर में बैठ करके मुरली भी सुन रहे, रो भी रहे, समस्या भी है, प्रॉब्लम भी है. वो तीव्र पुरुषार्थी कैसी बनेगी? इसलिए गोपिका बनने के लिए संगठन में आकर के और वो तीव्र पुरुषार्थी बन सकते हैं. അതുകൊണ്ട് നമ്മൾ സംഘടിതമായിട്ടിരുന്നാണ് മുരളി കേൾക്കേണ്ടത് അല്ലേ. ചിലപ്പോൾ ഇനിയിപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് വരാൻ ഒത്തിരി ദൂരമുള്ളവർ കാണും. അങ്ങനെയുള്ളവർക്ക് പിന്നെ ഒരു എക്സംഷനുണ്ട് അല്ലേ. ബാക്കിയുള്ള കുട്ടികളെല്ലാം തന്നെ സെൻറ്ററിൽ വന്ന് തന്നെ വേണം മുരളി കേൾക്കാൻ.
കാരണം സൂര്യവംശത്തെക്കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ചില ശ്രീകൃഷ്ണനും അല്ലേ പിന്നെ ഗോപഗോപികമാരെല്ലാവരും നൃത്തം ചെയ്യുന്നു എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അതേസമയം ത്രേതായുഗത്തിൻ്റെ ദൃശ്യം എന്താണ് അല്ലേ? സീത അശോകവനത്തിൽ അല്ലെ ശോകവനത്തിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും ആരാണ്? ത്രേതായുഗത്തിൽ വരുന്നവരാണ്. ബാക്കി അവർ ഓൺലൈനിൽ മുരളി കേൾക്കുകയും ചെയ്യും. അവർക്ക് ശരിക്കും വേണ്ടത്ര പാലനയും അവർക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകളൊന്നും ധാരണാ ക്ലാസ്സുകളും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് അത്രയ്ക്കും പറ്റില്ല. അപ്പോൾ അവർ അവിടെ ഇരുന്ന് കരയും അല്ലേ? എന്നിട്ട് അവർ ഓൺലൈനിൽ മുരളി കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ സൂര്യവംശത്തിൽ വരുന്ന കുട്ടികൾ അവിടെ കൃഷ്ണനെയും ഗോപികമാരെയും എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു അതുപോലെ ബാബയുടെ വീട്ടിൽ വന്ന് അല്ലേ ബാബയുടെ മുരളി കേൾക്കണം. एक बार एकलव्य गुरु द्रोणाचार्य के पास आया और कहता है मुझे नंबर 1 चाहिए, मैं अर्जुन से भी होशियार हूँ. तो उसको पूछा कि तुम्हारे गुरु कौन है? कहा कि आप ही मेरे गुरु हैं. कहा कि मेरे पास कभी पढ़ने के लिए आए ही नहीं, गुरु कैसे मानूंगा? कहते नहीं चलो दिखाता हूँ. और पकड़ करके गुरु द्रोणाचार्य को जंगल में लेके गया और उसको एक पुतला दिखाया, देखो आपका पुतला है, आप ही मेरे गुरु हैं. तो भी उसको नंबर 1 नहीं दिया, नंबर 1 अर्जुन को दिया. अर्जुन सामने सीखा था और वो पुतले के सामने सीखा था. അതായത് ഏകലവ്യൻ ഭയങ്കര മിടുക്കനായിരുന്നു. പക്ഷേ ഏകലവ്യൻ പറയും ദ്രോണാചാര്യരോട് പറയും ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. പക്ഷേ ഏകലവ്യന് അതിൻ്റേതായിട്ടുള്ള ഒരു പരിഗണന കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ദ്രോണാചാര്യരുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങയുടെ ശിഷ്യനാണെന്ന് ദ്രോണാചാര്യരോട് പറയുകയാണ്. അപ്പോൾ പറയും നീ എൻ്റെ ശിഷ്യനല്ല. അപ്പോൾ ദ്രോണാചാര്യരുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടാണ് ദ്രോണാചാര്യരുടെ എന്താണ് ശിഷ്യനായിട്ട് പഠിച്ചത്. പക്ഷേ നമ്പർ 1 എന്ന് പറഞ്ഞാൽ അർജുനൻ തന്നെയാണ്. കാരണം ഏകലവ്യൻ മിടുക്കനാണെങ്കിലും അവിടെ നമ്പർ 1 പദവി ഒരിക്കലും ഏകലവ്യന് കൊടുക്കുന്നില്ല. കാരണം നേരെ സന്മുഖത്തിൽ നിന്ന് പഠിച്ചത് अर्जुननाണ്. അതുകൊണ്ട് अर्जुनനാണ് പ്രാധാന്യം, ഏകലവ്യനല്ല. इसी तरह ये फेसबुक, व्हाट्सएप, यूट्यूब ये क्या है? पुतला है. उस पुतले के सामने बैठ करके शिवानी बहन की क्लासेस, महारती की क्लासेस सुन करके होशियार तो बनेंगे, नंबर 1 नहीं जाएंगे. नंबर 1 बनना है, संगठन में आकर के मुरली सुननी है. അതുകൊണ്ട് ഓൺലൈനിലിരുന്ന് നിങ്ങൾക്ക് പല മഹാരഥികളുടെയും വലിയ ദീദിമാരുടെയും ഒക്കെ ക്ലാസ്സുകൾ കേൾക്കാം. പക്ഷെ അങ്ങനെ നിങ്ങൾ കേട്ടിട്ട് എത്ര പുരുഷാർത്ഥിയായാലും ഒരിക്കലും നമുക്ക് സൂര്യവംശത്തിൽ വരാൻ സാധിക്കില്ല, ഫസ്റ്റ് ഡിവിഷനിലൊന്നും വരാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്പർ 1 ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബാബയുടെ വീട്ടിൽ വന്ന് ദിവസവും മുരളി കേൾക്കണം.